ഹലോ ഗൈസ്, രാമന്റെ നെൽപ്പിരിക്കുന്നു. പുതിയതാ നോക്കളെ. രാമൻ നിന്ന് മേടിച്ചു കൊടുത്തു. എന്തുവാ ഇന്നാണ് ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോ അവിടെ കണ്ടാണ്. അമ്മ മേടിച്ചോണ്ടിരിക്കുന്നു ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം അത് ഓർക്കും. നീ കാല് കഴിയില്ലല്ലോ ഇവിടെ. അതവിടെ ഒരാള് പിറന്നാളിന് കൊണ്ട് തന്നെ. മോനോട് തലകറക്കത്തിന്റെ അത് ഇന്നലെ അമ്മ കഴിച്ച ഗുളികയാണ്. ചോക്ലേറ്റ് ഇഷ്ടമല്ലെന്ന് തോന്നില്ലേ? അവൻ ചോക്ലേറ്റ് അല്ല മാമ ഇഷ്ട. അവന് ചോക്ലേറ്റ് ഒന്നും ഇഷ്ടമല്ല. അലൂമിനിയം ബക്കറ്റ് എടുത്തോ, മേലോട്ട് പൊക്കി വെച്ചേ കേട്ടോ. അതിലും അടിക്കേ ധ്യാനിപ്പെണ്ണിന് അത് ഒരു നേരം കഴിച്ചാൽ മതി. എനിക്കത് മുറിക്കാനൊന്നും വയ്യ, അതൊന്നും കഴിക്കാം. ഇപ്പം കൊണ്ടുവന്ന 20 ഗുളിക എന്ത് ഇതോ? അത് മാറ്റം. ഇന്നലെ കൊണ്ടുവന്ന ഗുളിക തന്നെയാണ്. ഇന്നലെ 2-3 കൊച്ചു ഗുളിക കൊണ്ടുവന്നില്ല, തലകറക്കത്തിന്റെ അല്ലാതെ. ഇത് ഇത് കഴിച്ച് തീർന്നിട്ട് അത് കഴിച്ചാൽ മതിയേ. ഇത് രാവിലെ മാത്രം, ഇത് രാവിലെ മാത്രം കഴിക്കണം. അത് തീരുമ്പോ ഇത് രാവിലെയും രാത്രിയിലും കഴിക്കണം. മരുന്ന് മരുന്ന് മമ്മി മതി. അവിടെ പോയിരുന്നു പാട്ട് പാട് കുഞ്ഞു. അവിടെ പോയിരുന്നു പാട്ട് പാട്. മാമിക്ക് തരാവോ? താങ്ക് യു, താങ്ക് യു. മാമിക്ക് താ. കള്ളച്ചേക്കന, കള്ളച്ചേക്ക, കള്ളച്ചേക്കു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വന്നു 2 ബാറ്ററി മേടിച്ച് നമ്മുടെ ലൈറ്റ് കത്തിക്കാൻ. അതാണ് തപ്പിയെടുക്കുന്നത് കേട്ടോ. ഹെഡ്സെറ്റ് കൊണ്ടുപോയതാ. അവിടെ ഇരുന്ന് സമയം കിട്ടുമ്പോൾ വീഡിയോയ്ക്ക് വോയിസ് ഇടാൻ സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ഞാനിക്കുട്ടിയും കുഞ്ഞോനൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ മരുന്നുകളാണ്. ഇത് അമ്മയ്ക്കും ഇത് മൊത്തം കൂടെ കൊടുത്ത അമ്മയ്ക്ക് കൺഫ്യൂഷൻ ആണ്. ഞാൻ കുറച്ചിങ്ങനെ കൊണ്ടുപോരും. മരുന്ന് സമയാസമയങ്ങളിൽ കഴിക്കണമെന്നുണ്ട്. ആഹാരം കറക്റ്റായിട്ട് കഴിക്കണ്ടേ. ഇതൊന്നും ആരും ചെയ്യത്തില്ല. പിന്നെ ഞാനിപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് എടുത്തു കൊടുത്ത് ആഹാരമൊക്കെ കൊടുത്ത് മരുന്ന് കഴിപ്പിച്ചിരിക്കാനുള്ള സാഹചര്യം എനിക്കില്ലല്ലോ. ഞാൻ രാവിലെ പറഞ്ഞിട്ടാണ് പോയത്. രാവിലെ മീൻ വണ്ടി വരുന്ന കണ്ടുകൊണ്ട് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തിറങ്ങിയപ്പോൾ തല കറങ്ങി വീഴാൻ പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ പോകാൻ നേരത്തെ അവിടെ ചെന്ന് പറഞ്ഞു മുറ്റത്തൊന്നും ഇറങ്ങിയത്. ഇപ്പം നമുക്കിങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട്. എവിടെയെങ്കിലും വീണാൽ എല്ലുകൾക്കൊക്കെ കട്ടി കുറവാണ് പ്രായമായതനുസരിച്ച്. അപ്പോൾ എന്തെങ്കിലും ഒരു ഒടിവോ പൊട്ടലോ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് മുറ്റത്തിറങ്ങരുത്, വീട്ടിലിരിക്കാം. ഇന്നിപ്പം ഞാൻ വൈകിട്ട് വന്നപ്പോൾ റോഡിൽ നിൽക്കുന്നു വിളക്കത്ത് വെക്കാൻ പൂ പറിക്കാൻ. ഞാൻ അതിന് കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് വന്നതാ കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായമാകുമ്പോൾ നമ്മളും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ഞാനങ്ങ് പറയുക, അനുസരിക്കാൻ മനസ്സുണ്ട്, അനുസരിക്കട്ടെ അല്ലേ. പിന്നെ ആരുടെയാണെന്ന് പോലും അറിയത്തില്ല. ഒരു ബർത്ത്ഡേ കുട്ടി കൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പം ഓസിൻ ഭായിയുടെ ബേക്കറിയിൽ ബർത്ത്ഡേ കുട്ടിയും ഫ്രണ്ട്സും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കേക്ക് കുറേ പീസുകളൊക്കെ ആയിട്ട് ഒരാൾ വന്നു. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ആളുടെ ബർത്ത്ഡേ ആണ്. സ്നേഹ എന്നങ്ങാണ്ട പേര് കുട്ടിയുടെ. അപ്പോൾ അവരെല്ലാവരും കൂടെ അവിടെ കളിയും ചിരിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കിത് കൊണ്ട് തന്നതാണ് കേട്ടോ.
അപ്പം ഞാൻ അവിടെ ഇരുന്ന് 2 പീസ് കഴിച്ചു, വിനു കഴിച്ചു. ഞാൻ ബാക്കി ഇങ്ങനെ കൊണ്ടുപോരുന്നതാണ്. പിന്നെ ഞാൻ ഇമ്മണി ചിക്കൻ മേടിച്ചതാണ്. അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം. നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പം കുക്കുവാണെങ്കിൽ മീൻ തോരൻ വെച്ച്, മത്തിയാണെന്ന് തോന്നുന്നത്, നെത്തോലി ഏതാണ് പറഞ്ഞു മറന്നുപോയി. അപ്പം നാളെ ഞാൻ ചിക്കൻ മേടിച്ചത് കൊണ്ട് രാവിലത്തേനും എളുപ്പമാവുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ബ്രെഡും മേടിച്ചു. പക്ഷെ അമ്മ അരി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വിലയേറിയൊരു സാധനമാണ് ഞാൻ കാണിക്കും. വെളുത്തുള്ളി കിലോയ്ക്ക് 420 രൂപ. ഇത് എത്ര ഉണ്ടെന്നറിയാവോ? 200. ഇത് നാടൻ മുട്ടയാട്ടോ. എടുത്ത് വെക്കട്ടെ. പിന്നെ ഇത്ര സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. ചോറും മീൻതോരനും ഒക്കെ അവിടെ എടുത്ത് വെച്ചേക്കുന്നത്. എല്ലാം കൂടി കൊണ്ടുവരാൻ എനിക്ക് പറ്റാഞ്ഞോണ്ട് ഞാൻ അവിടെ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ മോനുകുട്ടനെ വിളിച്ചിട്ട് വണ്ടി കൊണ്ടുവെക്കാൻ പോകുമ്പോൾ എടുത്തുകൊണ്ട് വരാം എന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടോ? ആരെയും കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഓട്ടപ്പാച്ചിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും ഞാനങ്ങ് വിട്ടുപോവാണ്. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല ജോലികളും അതിനെല്ലാം തടസ്സമായി. അതെല്ലാം എൻ്റെ ഓർഡർ അങ്ങ് തെറ്റിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് കേട്ടോ. അപ്പം 2-3-4 ദിവസമായി നമ്മൾ ഓർഡർ ഒന്നും ശരിക്കും എടുക്കുന്നില്ല, പാക്ക് ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ 2 പാക്കിങ് കൊണ്ടേ ഞാൻ അയച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇനിയും പെൻഡിങ് ആണ്. അപ്പം അതൊക്കെ നമുക്ക് ഒന്ന് ഓർഡറിൽ വരാൻ ഇനിയും കുറച്ച് സമയം എടുക്കും. പിന്നെന്താണ് വിശേഷം? ഇന്നും ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. അത് വണ്ടിയിൽ ഇരിക്കുന്നു, ഞാൻ മറന്നു, എടുത്തോണ്ട് വരട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, കുറേ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ നൈറ്റിയൊക്കെ വരുന്നുണ്ട്. അതായത് ചെക്ക് ചെയ്യണം. കുളിയും ജപമൊക്കെ കഴിച്ച് വന്ന ഇതെല്ലാം ചെക്ക് ചെയ്ത് കേട്ടോ. ഇഷ്ടം പോലെ അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിങ്ക് ഉണ്ട്, എല്ലാ കളറും. നല്ല ബ്ലാക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. ബ്ലാക്ക് ആട്ടോ, ബ്ലാക്കും ഇതുപോലെ ഒരു പാറ്റേൺ കുറേ ഉണ്ട്. വീഡിയോ ഇടാം. എല്ലാം നല്ല അടിപൊളി ഡിസൈൻസ് ആണ്. പിന്നെ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. മോനുകുട്ടൻ അമ്മമ്മയുടെ അടുത്ത് ഇരിക്കും കേട്ടോ, വരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ വരും, കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പോരുന്നു. എനിക്ക് കുളിക്കുകയും വേണം, ഇതെല്ലാം ചെക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഓർഡർ പായിക്കാനുണ്ട്, അതെല്ലാം ചെയ്യാൻ പോവാണ്. അപ്പം അവരിപ്പോൾ വരുമായിരിക്കും. ഞാൻ ചോറും മത്തിത്തോരനാണെന്ന് തോന്നുന്നു കേട്ടോ. കുക്കുവിൻ്റെ സ്പെഷ്യൽ മീൻതോരനൊക്കെ ഉണ്ട്. അതും കൂട്ടി ഇമ്മണി ചോറൊക്കെ കൊണ്ടിട്ട് പാക്ക് ചെയ്യാനിരിക്കാം എന്ന് വിചാരിച്ചാണ്. ഞാൻ ഇതെല്ലാം ചെക്ക് ചെയ്തു. ഇനി ഇതെല്ലാം എടുത്ത് പെറുക്കി വെക്കണം. ഇന്ന് നമ്മുടെ ബ്ലാക്കിൻ്റെ കുറേ കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നത്. അത് 3/4 സ്ലീവ് ആയിരുന്നു. അപ്പം അത് കുറേ ഓർഡർ വന്നിട്ടുണ്ട്. അതെല്ലാം ഇന്ന് നമുക്ക് ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെക്കണം. രാവിലെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ട് പോയിരിക്കുകയായിരുന്നു. ഒന്നും മടക്കിയിട്ടില്ല. എല്ലാം മടക്കി നമുക്കങ്ങ് പാക്ക് ചെയ്യാം. ഞാൻ ചോറിനാൻ പോവാട്ടോ. മോനിക്കുട്ടൻ വന്നില്ല. മോനിക്കുട്ടൻ അവിടെ ഇരുന്ന് ചോറും അവിടുത്തെ കറികളും ഒക്കെ കഴിച്ച് ഞാൻ കഴിക്കാൻ പോയി. ഇത്ര നേരം നോക്കിയിരുന്നു, വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം, അമ്മമ്മ വീട്ടിൽ നിന്ന് കഴിച്ചോളാം. ഇതേ നമ്മുടെ കുക്കുവിൻ്റെ സ്പെഷ്യൽ മത്തിത്തോരനാണ്. ഞാൻ ചോറിനാൻ പോവാണ്. ഞാൻ തന്നെ ഇരുന്ന് കഴിക്കണം. ചിലപ്പോഴൊക്കെ നമ്മളതൊക്കെ ശീലിക്കുന്നത് നല്ലതല്ലേ. ഇന്ന് കുത്തരിച്ചോറാണ്. ഞാൻ ലവലേലിക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാം. ക്രിസ്മസ് കരോൾ എവിടെയൊക്കെയോ കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ പിന്നെ നമുക്ക് കരോൾ വന്നിനി. നമ്മുടെ പള്ളിയിലെ കരോൾ ഇപ്പോഴില്ല, 20-ാം തീയതി കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. ചോറ് വിളമ്പി
പിന്നെ ഒരു 3 ലവലോലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മത്തിത്തോരൻ. ഒത്തിരി നാളായി നമ്മൾ തോരനൊക്കെ കൂട്ടിയിട്ട്, അതുകൊണ്ട് കൂട്ടാം. ഇനി ഇച്ചിരി മോരുകറിയും കൂടി ഒഴിക്കും. മീൻതോരനും മോരുകറിയും, മീൻതോരനും സാമ്പാറും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. മതി. അപ്പം കഴിക്കട്ടെ. ചുമ്മാ ഒരു രസത്തിന് ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കൂടെ എടുത്തു. അപ്പോൾ അത്താഴം കഴിക്കാം. ഇന്ന് തന്ന എല്ലാ നന്മകൾക്കും സങ്കടങ്ങൾക്കും എല്ലാം ഈശ്വരനോട് നന്ദി പറയാം. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ടാറ്റാ. ഓക്കെ, ബൈ ബൈ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.